ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മലയാള സിനിമ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ ഇറങ്ങിയ പടങ്ങൾ മാർച്ചിലും തേരോട്ടം തുടരുന്നു. പ്രേമലു 100 crores കംപ്ലീറ്റിംഗ് ഇൻ 5th ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി. മഞ്ഞുമൽ ബോയ്സ് 150 crores. അഗെയിൻ നല്ലൊരു സിനിമ കണ്ടു. ഒരു സർക്കാർ ഉൽപ്പന്നം. ടി വി രഞ്ജിത്ത്, പിന്നാര ടി വി രഞ്ജിത്ത്, ഡയറക്ടർ നിസാം റാവുത്തർ, സ്ക്രിപ്റ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിഗംഭീര എക്സ്പീരിയൻസ്. സമകാലിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് മലയാള സിനിമകൾ വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്നതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ, ഒരു ചെറിയ സിനിമ, ഒരു കുഞ്ഞു സിനിമ, ഒരുപാട് നല്ല പെർഫോമൻസുകളൊക്കെ ആയിട്ട് 2 മണിക്കൂർ നേരം മനസ്സ് നിറഞ്ഞ് കണ്ടൊരു നല്ല പടം. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആവുന്ന ഒരു നല്ല മൂവി. അപ്പോൾ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിതിൽ അഭിനയിച്ച ആളുകൾ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോമഡി ഫിലിമിലൊക്കെ കണ്ട് തന്ന നമ്മുടെ സുബി ചേട്ടനാണ് ഇതിലെ നായകനായിട്ട് വരുന്നത്. വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടുപുറത്തുകാരൻ പെയിന്റ് പണിയൊക്കെ എടുത്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. 4 മക്കളുള്ള ഒരു അച്ഛൻ, നല്ല ഉത്തരവാദിത്വം ഉണ്ട്. രാത്രി 2 ടണ്ണമലൊക്കെ അടുക്കി വെച്ചെങ്കിൽ കുടുംബം വിട്ടിട്ട് കളിയിലാണ്. നല്ല റൊമാൻറ്റിക് ആണ്. അതാണ് നമ്മുടെ നായകൻ. അതുപോലെ തന്നെ ഗൗരി കിഷാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ആശാ വർക്കർ റോളാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിനീത് വാസുദേവൻ്റെ കാമുകി റോള് പോലെ എന്നൊക്കെ പറയാം. ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനീത് വാസുദേവൻ നമുക്ക് സൂപ്പർ ശരണിക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പറയാം. നല്ല കഴിവുള്ള നടനാണ് കേട്ടോ, എടുത്തു പറയണം. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആളുടെ എക്സ്പ്രഷൻസും ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല ഭാഗങ്ങളാണ്. അതുപോലെ ഷെല്ലി കിഷോർ, നമുക്ക് നമ്മുടെ മിന്നൽ മുരളിയിലെ ഷെല്ലി ചേച്ചി, എന്ത് ഫീലാന്നറിയും ആ ക്യാരക്ടർ ഇപ്പോഴും മറന്നുപോയില്ല. ആ ഷെല്ലി ചേച്ചി ഇത് അതിമനോഹരമായ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ നായകന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന നല്ല നാട്ടുമ്പുറത്തുകാരി, പക്ക നല്ല ഭാര്യ, കട്ടയ്ക്ക് ഹസ്ബൻഡിനൊപ്പം നിൽക്കുന്ന ഒരു ഗംഭീര ക്യാരക്ടർ. രസം പിടിച്ച കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്. നാട്ടിൻപുറത്ത് കണക്ട് ആവുന്ന ഭയങ്കര കുറെ സീനുകളൊക്കെ ഉണ്ട്. രക്ഷയില്ല. അതുപോലെ തന്നെ ലാൽ ജോസ് കിഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നാട്ടിൻപുറത്ത് നമ്മൾ കാണും, എല്ലാ നാട്ടിൻപുറത്ത് അതുപോലത്തെ ഒരാളെ കാണും. നല്ല ക്യാരക്ടറാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നാട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചറിയാനൊക്കെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ലാൽ ജോസിന്റെ ക്യാരക്ടർ. അതുപോലെ ദർശൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വക്കീലിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ജാഫർ ഇടുക്കി, അവിടെ നമ്മുടെ നാട്ടിലൊരു പടം നടക്കുന്ന തൃക്കരിപ്പൂര് കണ്ണൂർ ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗത്ത് രാഷ്ട്രീയം ഭയങ്കരമുള്ള സ്ഥലമാണല്ലോ കണ്ണൂരൊക്കെ. അപ്പോൾ LDFന്റെ ഒരു LC സെക്രട്ടറി റോളാണ് ജാഫർ ഇടുക്കി ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ രാഷ്ട്രീയത്തിന്റെ നേച്ചറും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ കണക്ട് ചെയ്തിട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സുഭാഷ് സുശീലകസ് പറഞ്ഞു. ജോയ് മാത്യു ഒരു അഡ്വക്കേറ്റിന്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയമുള്ളൂ. സൂപ്പർ, ആളറിയാലോ നമുക്ക്. അതുപോലെ വിജയ് ബാബു, ആളൊരു വക്കീലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തിലെ കാസ്റ്റിംഗ് വരുന്നത്. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ റോളുള്ളെങ്കിൽ കൂടി എല്ലാവരും തകർത്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറയണം. അപ്പോൾ ഈ ഫിലിമിലേക്ക് വരുന്നതിന് മുമ്പ് ഫിലിം നല്ല പടാന്ന് ഞാൻ പറഞ്ഞു. നല്ല പെർഫോമൻസുകളുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കണക്റ്റായി. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ഒരു കാലഘട്ടം, ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അമ്മ മൂന്നാമത് പ്രഗ്നൻ്റ് ആവാണ്. അപ്പോൾ ഇവൻ 10th പഠിക്കുന്നത്. ആ സമയത്ത് ഇവന് സ്കൂളിൽ വെച്ചിട്ടുണ്ടായ 1-2 ഇൻസിഡൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അവനത് മൈൻഡൊന്നും ഉണ്ടായിരുന്നു. അവന് അനിയനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവന് ഇളയതായിട്ട് ഒരാൾ ഇഷ്ടമായിരുന്നു. അവനത് ആഗ്രഹിച്ചിരുന്നു. അവൻ്റെ ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കാം ഇവരത് ഫാമിലി കണ്ടിന്യൂ ചെയ്തു. പല പിള്ളേർക്കും അന്ന് 2000-2002 കാലഘട്ടമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ പിള്ളേരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് അത് ഉൾക്കൊള്ളാനും പറ്റില്ല ആ സമയത്ത് ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കാര്യം കണക്ട്, ഈ ഫിലിമിൽ 1-2 കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ട് തോന്നി. ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ കുടുംബം, 4 മക്കളുള്ളൊരു കുടുംബം. അപ്പോൾ അവിടെ വീട്ടിലുണ്ടാവുന്നൊരു നാട്ടിലുണ്ടാവുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ NSV പദ്ധതി പ്രകാരം പുരുഷവന്ധിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനസംഖ്യ കൂടുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്റ്റാണ്. ആർദ്ര കേന്ദ്ര പുരസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ 3 പേര് വന്ധീകരിക്കണം. അപ്പോൾ അത് പുരുഷന്മാരിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ആശാ വർക്കർ ഉണ്ട്. ആൾക്കൊരു ടാർജറ്റ് ഉണ്ട്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, അവർക്കൊരു ടാർജറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നായികയിൽ എത്തിപ്പെടുകയാണ്. അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവളെ വന്ധീകരിച്ചിട്ട് അപ്പോൾ അതിന് അവാർഡൊക്കെ കിട്ടി. ഈ പഞ്ചായത്തിന് ആർദ്ര പുരസ്കാരമൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങൾ, ആ ഫാമിലി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെയാണ്. ഈ വന്ധീകരിച്ചൊരു
സ്ത്രീ പിന്നെ പ്രഗ്നന്റ് ആയി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ അറിയാലോ, അതിലേക്ക് പോകുന്നില്ല, ഇപ്പൊ തന്നെ സ്പോയിലറായി. അപ്പോൾ അതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വിഷയങ്ങൾ അവർക്ക് ഉണ്ടാവുന്ന നാട്ടിലുണ്ടാകുന്ന അപമാനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, അതിനെതിരെ പ്രതികരിക്കുന്നു. അവസാനം ഒരു കോർട്ട് സീനൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം കോർട്ടിൽ വെച്ചിട്ട്, ആദ്യം കോർട്ടിലൊക്കെ ഭയങ്കര വാദങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ദേഷ്യത്തിലൊക്കെ പോകും. പക്ഷെ ഇവര് ഷേക്കൻഡ് കൊടുത്തിട്ടൊക്കെ പിരിയുന്നു. ആദ്യത്തെ ഇതായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ്, ഇനി നല്ല കേസുകളൊക്കെ എടുക്കാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊക്കെ ഭയങ്കര കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നു. നാട്ടുംപുറത്തെ നടന്ന ദിവസം വഞ്ചിയിൽ പോകുന്നു, അപ്പോൾ അങ്ങനെ തെങ്ങ്, കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കുറെ ഭാഗങ്ങൾ കണക്ട് ആയിട്ട് തോന്നി. പിന്നെ നമ്മളെ ഈ പടത്തിൽ നമ്മൾ ഓൾറെഡി ചൈനനെ ഇന്ത്യ തോൽപ്പിക്കുന്നുണ്ട്, അഭിമാന നിമിഷമാണ്, ജനസംഖ്യയിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഇതായി. അതിനെതിരെ ഈ പദ്ധതി 2045 കൂടി നമ്മള് നമ്മുടെ ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്നൊക്കെ വേണ്ടി വന്നതാണ്. പക്ഷെ ഇന്ത്യയാണ് ഇപ്പൊ 1ാം സ്ഥാനത്ത്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ. അത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിലും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കൊക്കെ ഉണ്ടാവുന്ന ആരോഗ്യമേഖലയൊക്കെ ഉണ്ടാകുന്ന പ്രഷറും കാര്യങ്ങളും അത് അടിച്ചേൽപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. അത് സാധാരണക്കാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഏതൊരു പ്രൊജക്റ്റ് ആയാലും അതിൽ ഒരു 3% അതില് എല്ലാം പോസിറ്റീവ് ആവില്ല, 3% നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവിൽ ഉണ്ടാവുന്ന ആളുകളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ. ഇപ്പൊ ഏത് സംഭവമായാലും, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്, ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, കേരളം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ടുകളും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അത് അവരെന്നെ പറയാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരേ കേസ് എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യമേഖലയൊക്കെ നമ്മളെല്ലാം അവർ തന്നെ സർവേയിലൊക്കെ പറയുന്നത്, കേന്ദ്ര സർവേയിൽ തന്നെ പറയുന്നുണ്ട് കേരളമാണ്. അപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നാടും കൂടിയാണ് കേരളം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുടുംബത്തില് ചേട്ടന് 4 മക്കള്, അനിയന് 4 മക്കള്, ചേട്ടന് മക്കളില്ല എന്ന് പറയുമ്പോൾ ആ ഭാര്യമാര് തമ്മിലുള്ള നല്ല കണക്ഷൻ ഉണ്ട്. അവരുടെ ഇമോഷൻസ്, കുഞ്ഞെന്ന് വെച്ചൊരു വലിയ സംഭവമല്ലേ, കുഞ്ഞില്ലാതാക്കാന്നൊക്കെ പറഞ്ഞ് ഞാനത് എതിരാട്ടാ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 4 കുഞ്ഞ് 5ാമതൊരായ എന്താ കുഴപ്പമുള്ളത്? ഇപ്പോൾ ഇന്ത്യ എന്നിട്ട് അങ്ങനെയൊക്കെ ഈ കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്ട് വന്നിട്ട് ഇന്ത്യയാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്, കേരളത്തിൽ മാത്രമല്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് പടം. ഭയങ്കര ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ, കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ പടം ശരിക്ക് എനിക്ക് കിട്ടി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയൊരു കാസ്റ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ ടെക്നിക്കലൊന്നുമില്ല, ഒരു ഗ്രാമത്തിൻ്റെതായ നന്മകള്, അവിടുത്തെ ഓട്ടോറിക്ഷക്കാര്, അതുപോലെ അവിടുത്തെ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾപ്പണിക്കാര്, അവിടെ കക്ക വരുന്നവരൊക്കെ, അവരൊക്കെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. ഒക്കെ ഒരു പ്രോബ്ലം വന്നാൽ അതിന് പല പല അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ നാട്ടുമ്പുറത്ത് കുടുംബശ്രീയിലൊക്കെ കേൾക്കാൻ പറ്റും. നാട്ടുമ്പുറത്തിൽ നന്മ മാത്രമല്ല, ഭീകരമായിട്ട് വേറെ സാധനം കൂടി ഉണ്ടെന്ന്, കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്, അതുണ്ട്. അപ്പൊ ഇവിടെ ഈ നാട്ടിൽ നിന്ന് സംഘടിപ്പിക്കുന്ന വേറെ സമയം ഇവിടെ മീനുട്ടിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഈ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുട്ടികളില്ലാത്ത ആളുകൾക്കൊക്കെ വന്നിട്ട് പൂജ വെക്കണം. ഒരു ചൂണ്ടൽ വരും, ഒരു മീനെ പിടിച്ച് കഴിഞ്ഞാൽ മീനെ പിടിക്കണം, അത് അവനവൻ തന്നെ പിടിക്കണം. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിശ്വാസം, അന്ധവിശ്വാസങ്ങളായിട്ട് അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ അത് നടപ്പിലാക്കുന്നു. അവിടെ ആ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി രണ്ടും ഒരു നാട്ടിലാണ് നടക്കുന്നത്. അപ്പൊ അതായിട്ടുള്ള കുറച്ച് സീനുകളും പൊളിറ്റിക്സ് കണക്ട് ആവുന്നുണ്ട്, അന്ധവിശ്വാസമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷൻ എനിക്ക് തോന്നി ഒരുപാട്. അപ്പൊ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഗ് ഫീൽ ചെയ്തെങ്കിലും പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര നല്ലൊരു ഫീല് കിട്ടിയ പടം തന്നെയായിരുന്നു. ഒന്നും ആലോചിക്കണ്ട, പടം ഒരു ഷോയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഭയങ്കര വിഷമമായത്. ഇപ്പൊ ഈ നല്ല ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ, നല്ല പടങ്ങൾ സക്സസ് ആയി കളിക്കുന്നതിന്റെ ഇടയിൽ വിട്ടുപോയതാണ് ഈ പടമൊക്കെ. 1-2 പടങ്ങൾ തന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഷോ കൂട്ടും തോന്നി എനിക്ക്. ഇന്നലെ അത്യാവശ്യം അകലുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്നലെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ശോഭാ സിറ്റിന്ന് പടം കാണുന്നത്, അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു പടത്തിന്. അപ്പോൾ പടം ഈ വീക്കിൽ ഇനി ഷോ കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നി എനിക്ക്. അപ്പൊ എന്തായാലും നല്ല എക്സ്പീരിയൻസ് കിട്ടിയ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയവും അതുപോലെ പ്രാദേശിക രാഷ്ട്രീയവും സമകാലിക പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഫിലിം. കണ്ണൂരാണ് പടം. അപ്പൊ പൊളിറ്റിക്കലേക്ക് നമുക്കറിയാം. അപ്പൊ എന്തായാലും പോയിട്ട് ടിക്കറ്റ് എടുക്കുക, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുക, എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.